പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇക്കഴിഞ്ഞ ജനുവരി മാസം 15, 16 തീയതികളിൽ മാർ അഹത്തുള്ള ബാവയുടെ ഓർമ്മയായിരുന്നു. ജനുവരി മാസം 16-ാം തീയതി ഈ പെരുന്നാൾ ഇന്ന് മലങ്കര സഭയിൽ സമുചിതമായി ഏറെ ആഘോഷത്തോടെ കൊണ്ടാടുന്നത് മാവേലിക്കര പുതിയകാവ് സെൻറ് മേരീസ് കത്തീഡ്രൽ പള്ളി ഇടവകയാണ്. മാർ അഹത്തുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതവും സംഭാവനകളും, പ്രത്യേകിച്ച് മലങ്കര സഭയ്ക്ക് മാർ അഹത്തുള്ള ചെയ്ത സ്തുത്യർഹമായ സേവനം എന്തായിരുന്നു? ഒറ്റ വാക്കിൽ പറയുന്ന പക്ഷം മലങ്കര സഭയുടെ സ്വയശീർഷകത്വവും സ്വാതന്ത്ര്യവും ദേശീയതയും ഉയർത്തിപ്പിടിക്കുന്നതിൽ അഹത്തുള്ള ബാവായുടെ സംഭാവന വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 17-ാം നൂറ്റാണ്ടാണ് ക്രിസ്തബ്ദം. 17-ാം നൂറ്റാണ്ടിൽ അതിൻ്റെ മധ്യത്തിൽ 2-3 കാര്യങ്ങൾ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായിരുന്നു. ഒന്ന്, 1653 നടന്ന കൂനൻ കുരിശ് സത്യം. അതേ സംബന്ധിച്ച് വിശദമായി ഞാൻ പറയേണ്ടതില്ല. കുഞ്ഞുങ്ങൾക്ക് അത് സൺഡേ സ്കൂൾ പാഠത്തിലൂടെ പഠിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ കൂനൻ കുരിശ് സത്യം അങ്ങനെ ഒരു പശ്ചാത്തലം സംജാതമാകുന്നതിൽ പ്രേരകമായി നിന്ന ഒരാൾ മാർ അഹത്തുള്ള ബാവയായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സുപ്രധാനമായ സംഭാവന. കൂനൻ കുരിശ് സത്യത്തിലേക്ക് മലങ്കര സഭയെ നയിക്കുന്നതിൽ മാർ അഹത്തുള്ളയുടെ സംഭാവന വളരെ വലുതായിരുന്നു. അദ്ദേഹം മലങ്കര സഭയിലെത്തിയത് സഭ സ്വയശീർഷകത്വമുള്ള ഒരു സഭയായി നിൽക്കണമെങ്കിൽ അതിന് ഒരു നേതൃത്വമുണ്ടാവണം. ഒരു എപ്പിസ്കോപ്പൽ നേതൃത്വം, തനതായ എപ്പിസ്കോപ്പൽ നേതൃത്വം. നമ്മുടെ സഭയിൽ നിന്ന് തന്നെ ഒരാൾ. നമുക്ക് അക്കാലത്ത് മാർത്തോമാരുണ്ടായിരുന്നു, അർക്കദിയാക്കോന്മാരുണ്ടായിരുന്നു. അർക്കദിയാക്കോന്മാർ ജാതിക്ക് കർത്തവ്യന്മാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. ആ സന്ദർഭത്തിൽ മാർത്തോമ ഒന്നാമൻ എന്ന സഭയുടെ നേതൃസ്ഥാനിയെ വാഴിക്കുന്നതിൽ അഹത്തുള്ള ബാവയ്ക്ക് പ്രത്യേക സംഭാവനയുണ്ട്. അഹത്തുള്ള ബാവ സുറിയായിൽ നിന്ന് വന്ന ആളാണ്. അദ്ദേഹം ഒരു മഹാപുരോഹിതനായിരുന്നു. അദ്ദേഹം ഇവിടെ എത്തി ആർച്ച് ഡീക്കണായിരുന്ന മാർ തോമയെ എപ്പിസ്കോപ്പയായി വാഴിക്കുന്നതിന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ മാർ അഹത്തുള്ളയെ അന്നത്തെ സഭാ നേതൃത്വം രാഷ്ട്രീയ സ്വാധീനത്തോടുകൂടെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ മൈലാപ്പൂരിലാക്കി, ജയിലിലാക്കി. അതുകൊണ്ട് ഇവിടെ എത്താനായില്ല. പിന്നെ അദ്ദേഹത്തെ കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്ന് അദ്ദേഹം കത്തെഴുതി, എനിക്ക് വരാനാവില്ല. തോമയെ, ആർച്ച് ഡീക്കൺ തോമയെ മെത്രാപ്പൊലീത്തയായി എപ്പിസ്കോപ്പയായി വാഴിക്കുന്നതിന് എനിക്ക് എത്താനാവുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ അത് ചെയ്യണം. 12 വൈദികർ അവർ കൂടി ചേർന്ന് ആർച്ച് ഡീക്കണായിരുന്ന തോമയെ എപ്പിസ്കോപ്പയായി വാഴിച്ചു. യഥാർത്ഥത്തിൽ എപ്പിസ്കോപ്പമാരുടെ ഒരു സംഘമാണ് ഒരു വൈദികനെ
ഒരു ആർച്ച് ഡീക്കണെ എപ്പിസ്കോപ്പയായി വാഴിക്കേണ്ടത്. പക്ഷെ അതിന് നിർവാഹമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിന് പോരായ്മയുണ്ട് എങ്കിലും അങ്ങനെ ഒരു നേതൃത്വം ആവശ്യമായി വന്നതുകൊണ്ട് അങ്ങനെ ചെയ്തോളാൻ അനുവാദം കൊടുത്തു. അങ്ങനെ വന്നതിൻ്റെ ഫലമായി അഹത്തുള്ള ബാവയുടെ ഏറ്റവും വലിയ ഒരു സംഭാവനയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്തുകൊള്ളൂ. പിന്നീട് അതിൻ്റെ കുറവുകൾ തീർത്ത് അദ്ദേഹത്തെ എപ്പിസ്കോപ്പയായി സഭയുടെ കാനോൻ പ്രകാരം പിന്നീട് വാഴിച്ചു കൊള്ളാം. അങ്ങനെയാണ് മലങ്കര സഭയ്ക്ക് ഇന്നാട്ടുകാരനായ ഒരാൾ എപ്പിസ്കോപ്പയായി അങ്ങനെ നേതൃത്വം കൊടുക്കത്തക്ക നിലയിൽ സ്വയശീർഷകത്വമുള്ള ഒരു സഭയായി വരുന്നതിൽ അതിന് മുഖാന്തരമായി പ്രേരകമായി നിന്നത് മർഹത്തുള്ള ബാവയാണ്. അദ്ദേഹത്തിൻ്റെ ആ നിലയിലുള്ള സംഭാവന സ്തുത്യർഹമാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ 1653 പൂനൻ കുരിശ് സത്യം ഉണ്ടായി. അത് നടന്നത് 1653 ജനുവരിയിലാണ്. അഹത്തുള്ള ബാവയുടെ പ്രേരണപ്രകാരവും നിർദ്ദേശപ്രകാരവും കത്ത് മുഖാന്തരമായി അനുവാദം കൊടുത്ത് 1653 മെയ് മാസം 22-ാം തീയതി ആലങ്ങാട്ട് വെച്ച് തോമ അർക്കദിയാക്കോനെ ആർച്ച് ഡീക്കനെ മാർത്തോമ ഒന്നാമൻ എന്ന പേരിൽ എപ്പിസ്കോപ്പയായി വാഴിച്ചു. അങ്ങനെ വാഴിച്ചത് ഞാൻ സൂചിപ്പിച്ചതുപോലെ 12 വൈദികരായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 1665 സുറിയയിൽ നിന്ന് തന്നെ എത്തിയ മാർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാബ തിരുമനസ്സുകൊണ്ട് അദ്ദേഹത്തെ കുറവുകൾ തീർത്ത് എപ്പിസ്കോപ്പയായി ഔദ്യോഗികമായി വാഴിച്ചു. ഇതെല്ലാം തുടങ്ങുന്നത് അഹത്തുള്ള ബാവയിൽ നിന്നാണ്, മർഹത്തുള്ള ബാവയിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ സംഭാവനയായി നമുക്ക് എക്കാലവും ഓർക്കുവാനുള്ളത് മലങ്കര സഭയിൽ നിന്ന് തന്നെ തനതായി ഒരു എപ്പിസ്കോപ്പ വാഴിക്കപ്പെടുന്നതിനും അങ്ങനെ മലങ്കര നസ്രാണികൾ അങ്ങനെ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ ആ പൈതൃകത്തിൽ വളർന്നു വരുന്നതിനും ആവശ്യമായ നേതൃത്വ സാഹചര്യം സൃഷ്ടിച്ചത് മാർ അഹത്തുള്ള ബാവയുടെ വലിയ സംഭാവനയാണ്. അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അബ്ദുൽ ജലീൽ മാർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാവയുടെ കാലത്താണ് എന്ന് പ്രത്യേകം നാം ഓർക്കുന്നു. ഈ കാലഘട്ടം 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യ കാലഘട്ടം സഭയ്ക്ക് വലിയ സംഭാവന ചെയ്ത ഒരു വലിയ യുഗപുരുഷനായിരുന്നു മാർ അഹത്തുള്ള ബാവ. മലങ്കര നസ്രാണികളാകട്ടെ അത് ആഴമായി അതിൽ വിശ്വസിച്ച് ഉറച്ച് നിന്നതിൻ്റെ ഫലമായി മലങ്കര സഭയ്ക്ക് ഇന്ന് അഭിമാനത്തോടെ ഓർക്കുവാൻ കഴിയുന്ന, പറയുവാൻ കഴിയുന്ന, ലോകത്തിന് പ്രഖ്യാപിക്കുവാൻ കഴിയുന്ന ഒരു വലിയ ഒരു സംഭാവന, അതായത് മലങ്കര ഓർത്തഡോക്സ് സഭ സ്വയശീർഷകത്വമുള്ള സ്വതന്ത്രമായ ഒരു ദേശീയ സഭ. സ്വയശീർഷകത്വം എന്ന് പറയുമ്പോൾ ഇന്നാട്ടുകാരനായി ഇവിടെയുള്ള ഒരു വൈദിക ശ്രേഷ്ഠൻ എപ്പിസ്കോപ്പ പദവിയിലേക്ക് വന്ന് സഭയുടെ മുഴുവൻ നേതൃത്വം വഹിക്കുന്ന നിലയിൽ അങ്ങനെ ഒരു വലിയ സംഭാവന നമുക്ക് നൽകുന്നതിന് മുഖാന്തരമായി നിന്നത് മാർ അഹത്തുള്ള ബാവയായിരുന്നു. അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടു എന്ന് ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചുവല്ലോ. കൊച്ചിയിൽ വന്ന ശേഷം അദ്ദേഹം ബന്ധനസ്ഥനായിരുന്നു. അവസാനം അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അഹത്തുള്ള ബാവ മലങ്കര സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷിമരണം പ്രാപിച്ച ഒരു യുഗപുരുഷനായിരുന്നു.
എന്നും കൂടെ നാം ഓർക്കുന്നു. കുഞ്ഞുങ്ങളെ, ജനുവരി 15 ദൈവമാതാവായ മർത്തമറിയാം അമ്മയുടെ സവിശേഷമായ ഓർമ്മ പെരുന്നാൾ നമ്മൾ കൊണ്ടാടുകയാണ്. വിത്തുകളെ പ്രതി കന്യക മറിയാമിനോട് മധ്യസ്ഥതയണയ്ക്കുന്ന ദിവസമാണ്. അത് കഴിഞ്ഞു വരുന്ന തൊട്ടടുത്ത ദിവസം 16-ാം തീയതി മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച മർഹത്തുള്ള ബാവായുടെ ഓർമ്മയും. കുഞ്ഞുങ്ങളെ, ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാം നമ്മൾ സംഗ്രഹിച്ചു കൊള്ളണം എന്ന് പ്രത്യേകമായി നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.